നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് കൂടുതൽ വിദ്യാലയങ്ങൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 85 കേന്ദ്രീയ വിദ്യാലയങ്ങളും 28 നവോദയ വിദ്യാലയങ്ങളും തുടങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് ഇതിന് തീരുമാനമായത്. ഒരു കേന്ദ്രീയ വിദ്യാലയം കേരളത്തിനും അനുവദിച്ചിട്ടുണ്ട്. ഇത് ഇടുക്കിയിലെ തൊടുപുഴയിലാണ് തുടങ്ങുക. ഇതോടെ 39 കേന്ദ്രീയ വിദ്യാലയങ്ങളാകും കേരളത്തിൽ ഉണ്ടാവുക. 86 കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിലവിൽ വരുന്നതോടെ 82,560 വിദ്യാർത്ഥികൾക്കാണ് ഇതുമൂലം പ്രയോജനം ലഭിക്കുക. കൂടാതെ 63 പേർക്ക് ജോലിയും ലഭിക്കും. ഒരു കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വിപുലീകരണത്തിലൂടെ 33 പുതിയ തസ്തികകളാണ് കൂട്ടിച്ചേർക്കുന്നത്. ഒരു കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വിപുലീകരണം 85 കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ അംഗീകാരവും 538 നേരിട്ടുള്ള സ്ഥിരം തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കും. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും വഴി നിരവധി തൊഴിലാളികൾക്കാണ് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ വിദ്യാലയങ്ങൾ വരുന്നത് മാത്രമല്ല, നിലവിലുള്ള വിദ്യാലയങ്ങളുടെ വികസനത്തിനായി 5,872 കോടി രൂപയാണ് അനുവദിക്കുന്നത്. ഇതിൽ 2,862.71 കോടി രൂപ മൂലധന ചെലവിനും 3,009.37 കോടി രൂപ പ്രവർത്തനത്തിനുമാണ് ചിലവിടുക. മോസ്കോ, കാഠ്മണ്ഡു, ടെഹ്റാൻ എന്നീ വിദേശ മേഖലകളിലെ 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തനക്ഷമമായ 1,256 കേന്ദ്രീയ വിദ്യാലയങ്ങളാണ് ഉള്ളത്. മൊത്തം 13.56 ലക്ഷം വിദ്യാർത്ഥികളാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്. 1962 നവംബറിലാണ് കേന്ദ്രീയ വിദ്യാലയ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകുന്നത്. പ്രതിരോധ ജീവനക്കാരുടെയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും മക്കൾക്ക് രാജ്യത്തുടനീളം ഏകീകൃത നിലവാരമുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിനാലാണ് ഈ വിദ്യാലയങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്.